കുരുത്തക്കേടിന്റെ അനന്തരഫലം ഞാൻ പറഞ്ഞില്ല, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് 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 കഴിഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു വലിയ ഒരു തന്ത്രിമുഖ്യനും അതുപോലെയുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയ കുരുത്തക്കേട് കാണാമല്ലോ. അതായത് ശബരിമല ശാസ്താവിന്റെ കൊള്ളയടിച്ചതും അതുമായി ബന്ധപ്പെട്ട അവർ ചെയ്ത കുരുത്തക്കേടാണ്. അവർ ചെയ്ത കുരുത്തക്കേടിന് പണ്ടത്തെ കാലഘട്ടത്തെ അപേക്ഷിച്ചാണെങ്കിൽ അതിന് അനന്തരഫലം എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെയൊക്കെ എന്താ പറയുക, ആദ്യത്തിന് ദേവസ്വത്തിലെ ഏതോ മാനേജറോ ഏതോ പ്രസിഡന്റോ ഏതോ ഒരാൾ ഇത്രയും പ്രായമായതിനു ശേഷമാണ് ഈ ഒരു സംഭവത്തിൽ പിടിക്കപ്പെടുന്നത്. എന്നാൽ ഇവരോ ഇപ്പൊ നമ്മുടെ പോറ്റി അതേപോലെ ഇപ്പോഴുള്ള തന്ത്രി, അപ്പൊ അവരുടെയൊക്കെ പ്രായം നോക്കുകയാണെങ്കിൽ 60 ഇല്ല, എന്നാൽ 50 കഴിയുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രായം ഇനി വരാൻ പോകുന്നത്. ഇനി വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ചക്കരക്കുളത്തിൽ കൈയിട്ട് ആരായാലും നോക്കും. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഓരോ കാര്യങ്ങളും, അതായത് ഈശ്വരന്റെ കാര്യമായാലും ശരി, നോർമലി വീട്ടിലത്തെ കാര്യമാണെങ്കിലും ശരി, എന്ത് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന കുരുത്തക്കേടാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കുരുത്തക്കേടാണെങ്കിലും എന്ത് കുരുത്തക്കേടാണെങ്കിലും അതിന്റെ ഫലം എന്ന് പറയുന്നത് സ്പീഡിലാണ്. പിന്നെന്താന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും അറിഞ്ഞുകൊണ്ട്, അതായത് കുരുത്തക്കേട് ചെയ്തതിന് പ്രതിഫലം ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത രീതിയിൽ, ഇപ്പോൾ പോലീസ് കേസ് ആണെങ്കിൽ പോലീസ് കേസ്, കോടതിയിലെ കേസ് ആണെങ്കിൽ കോടതിയിലെ കേസ്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള കഴിവുള്ളവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കഴിവുണ്ടായാൽ മാത്രം പോലെ മാനസികമായും ശാരീരികമായും ധനപരമായിട്ടും ഇത് ഉൾക്കൊള്ളാനും ഇതിനെ റിക്കവർ ചെയ്യാനും കഴിവുള്ളവർ ചെയ്യുന്ന കുരുത്തക്കേടുകൾ അതിനെ സംബന്ധിച്ചതൊരു വിഷയമല്ല. അത് എന്ത് സംഭവമല്ല. ഇപ്പൊ ഒരു ബിസിനസിന്റെ ഒരു ബിസിനസ്സിലൂടെ കള്ളത്തരങ്ങൾ ചെയ്യാൻ തന്നെ അതൊരു കുരുത്തക്കേടാണ്. നോർമലി ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യുക, അതായത് ഗവൺമെന്റ് ജോലി ചെയ്യുക, അത് കൃത്യമായിട്ട് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കുരുത്തക്കേടാണ്. അതേപോലെ തന്നെ ആത്മീയമായിട്ട് അറിയുന്ന ഒരു ശരിയായ രീതിയിൽ ആത്മീയമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് കുരുത്തക്കേടാണ്. അപ്പൊ എനിക്കറിയുന്ന കുറെ സംഭവങ്ങൾ, അപ്പൊ ഞാൻ ഈ എൻ്റെ ശാരീരികമായിട്ടുള്ള കുറെ കുരുത്തക്കേടുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, ആത്മീയമായിട്ടുള്ള കുരുത്തക്കേടുകൾ എനിക്ക് പറയാനോ ഇതാക്കാനോ പബ്ലിഷ് ചെയ്യാനോ, പറഞ്ഞാൽ തന്നെ അത് മനസ്സിലാക്കാനോ മറ്റുള്ളവർക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ശാരീരികമായിട്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നതിലും കുരുത്തക്കേട് തന്നെയാണ്. ഇപ്പൊ ആത്മീയമായിട്ട് ഞാൻ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഞാൻ ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ അതിലും ഞാൻ കുരുത്തക്കേടാണ്. ഞാൻ ഈശ്വരനായിട്ട് നല്ല കുരുത്തക്കേടാണ്.